ചെയ്യാൻ പോകുന്നത് കൊഴുവ ഫ്രൈ ആണ്. ചിലയിടത്ത് തന്നെ കൊഴുവ എന്ന് പറയും, ചിലർ നത്തൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാനൊരു 10-18 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, മസാല അധികം വേണ്ട, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ, പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വേറെ വെള്ളം ചേർത്തിട്ടില്ല. ഈ മീനിലുള്ള കുറച്ച് ചെറിയൊരു നനവോടുകൂടി തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലൊട്ടും നനവില്ല, ഡ്രൈ ആയിട്ട് ഇരിക്കണം. എന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് നമുക്കിതുപോലെ മസാല തേച്ചെടുക്കാം. അപ്പോൾ ഇത് മസാല വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വെക്കാം. പിന്നെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു 4 ടീസ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, അതിനാവശ്യമുള്ള ഉപ്പെടുക്കാം, ഈ മാവിന് ആവശ്യമുള്ള ഉപ്പെടുക്കാം. പിന്നെ ഇത് ഓപ്ഷണലാണ്, നമ്മൾ കായപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ചെറുതായി ഒന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കാം. അല്ലാണ്ട് ലൂസായി പോകണ്ട, കുറച്ച് ലൂസായി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഈ മീൻ ചെറുതായി ഒന്ന് മുക്കുക, മസാല തേച്ച മീൻ മുക്കുക, എണ്ണയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പായിട്ടുള്ള കിട്ടും മീൻ, പിന്നെ ഒട്ടും പൊട്ടിപ്പോവാണ്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കൊടുക്കാം. പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയതായിട്ട് മാവ് കോട്ടിങ്ങേ ഉണ്ടാവുള്ളൂ, പല തിക്കായിട്ട് ആവരുത് മാവ്, കുറച്ച് ലൂസ് ബാറ്റർ. അപ്പോൾ ഒന്ന് പുറം ഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായാൽ മതി മാവ്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.